ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പീനെ പറ്റിയിട്ടാണ്. നമ്മൾ 2 കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര്, നമ്മൾ ചിക്കൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറൊക്കെ നമ്മൾ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. നമുക്കുള്ള ചിക്കനിലേക്ക് ഈ പൊടികളെല്ലാം പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലോ സൺഫ്ലവറോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഓയിലാണ്. ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ കുറേശ്ശെ എടുത്തിട്ട് വേവിക്കണം. അത് നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവായാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആയ ചിക്കൻ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് സവോള ആഡ് ചെയ്യുന്നുണ്ട്. സവോള നമ്മൾ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സവോള എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ട് 3 സവോളയാണ്. ആ സവോള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ആവശ്യത്തിനും ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. നമുക്കിവിടെ വെള്ളം ആവശ്യമാവുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലതായിട്ട് തിളച്ച് വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വറുത്തത് പകുതി വേവായിട്ട് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിനുശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് പച്ചവെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്